ഹായ് ഓൾ, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. NIOS +2 ചാപ്റ്റർ 25 ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. 24 ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേൾഡ് വാറും അതുപോലെ അതിനോടനുബന്ധിച്ച് നടന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്ത് പോയതാണ്. അപ്പൊ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് NIOS +2 ഹിസ്റ്ററിയിലെ ചാപ്റ്റർ 25 ദ കോൾഡ് വാർ എറ ആൻഡ് ഇറ്റ്സ് പൊളിറ്റിക്സ്. ശീതസമര യുദ്ധവും അതുമായി ബന്ധപ്പെട്ട് നടന്ന രാഷ്ട്രീയ അനിശ്ചിതത്വം അല്ലെങ്കിൽ രാഷ്ട്രീയവുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാ കുട്ടികളും NIOSലെ എല്ലാ കുട്ടികളും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് ക്ലാസ്സിന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കുക. അപ്പോൾ നിങ്ങൾ ഇടുന്ന കമന്റ്സ് അതുപോലെ നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്ന സംശയത്തിനൊക്കെ മാക്സിമം നമ്മൾ മറുപടി തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പഠിക്കുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ മുന്നിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. എക്സാം ഒക്കെ അടുത്ത് വരികയല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള നിങ്ങളുടെ ഈ ഓരോ ദിവസവും നിങ്ങൾ ഒരു ചാപ്റ്റർ വീതം, കൂടുതലൊന്നും പഠിക്കണമെന്നല്ല, ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒന്ന് പഠിക്കുക, അതിന്റെ നോട്ടൊന്ന് പ്രിപ്പയർ ചെയ്യുക. സുഖമായിട്ട് എക്സാം പാസ്സാകാൻ പറ്റും. ഇതുപോലെ നിങ്ങളൊരു ഡെയിലി ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ഡെയിലി റൊട്ടീനായിട്ട് നിങ്ങൾ ഇതിനിങ്ങനെ കണക്കായി കഴിഞ്ഞാൽ ഈ പഠിത്തം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പഠനം എന്ന് പറയുന്നത് ഒരു ബേർഡൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നൂല. അതുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് തരുന്നത്. സോഷ്യോളജി ആകട്ടെ, ഹിസ്റ്ററി ആവട്ടെ, കെമിസ്ട്രി ആവട്ടെ, ഇംഗ്ലീഷ് ആകട്ടെ, എല്ലാ ക്ലാസ്സുകളും പ്ലേലിസ്റ്റിലുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യാനുള്ളത് +2 പാസ്സാകണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എല്ലാ വീഡിയോസും കണ്ട് മനസ്സിലാക്കി എക്സാം എഴുതുക. സുഖസുന്ദരമായിട്ട് നമുക്ക് എക്സാമും പാസ്സാകാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഇത് വലിയൊരു ഭാരമാണെന്ന് വിചാരിച്ചാൽ ഇത് തന്നെയാണ്, ഭാരമായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പൊ നമുക്ക് ഇനി കഥയൊന്നും പറയണ്ട, ക്ലാസ്സിലോട്ട് പോവാം. ചാപ്റ്റർ 25 ശീതസമര യുദ്ധവും അതുപോലെ ശീതസമര യുഗവും അതിന്റെ രാഷ്ട്രീയവും. ഈ ശീതസമരം എന്ന് പറയുന്നത് എന്തായിരിക്കും? ശീതസമരം എന്ന് പറയുന്നത്, അപ്പം ഈ ചാപ്റ്ററിൽ നമുക്ക് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ, 5 ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ എല്ലാ പ്രാവശ്യം എടുത്തുകൊണ്ട് വരുന്നത്. കാരണം 5 ക്വസ്റ്റ്യൻ മതി. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻ എടുക്കുക. അത് നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിക്കുക. TMA അതിൻ്റെതായ വഴിക്ക് വിടുക. അത് നിങ്ങൾ നല്ല വൃത്തിയോടെ ചെയ്യുക, അടുക്കും ചിട്ടയോടെ ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. അപ്പോ നമ്മുടെ ഈ 5 ക്വസ്റ്റ്യനിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് പോലെ തന്നെ എന്താണ് ശീതസമരം അല്ലെങ്കിൽ വാട്ട് ഈസ് കോൾഡ് വാർ. രണ്ടാമത്തെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മെൻഷൻ സം ഓഫ് ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ കോൾഡ് വാർ. കോൾഡ് വാർ ഉണ്ടാകാനായിട്ട് ഇടയായ കാരണങ്ങൾ. മൂന്നാമത്തത് ഡിസ്കസ് ദ ഇഷ്യൂ ഓഫ് പോളണ്ട് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് ദ കോൾഡ് വാർ. ഏതൊക്കെ പ്രശ്നങ്ങളാണ് പോളണ്ടിന് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായത്. അടുത്തത് എന്താണ്, ഡിസ്കസ് ദ ഫേസ് ഓഫ് ഡിറ്റന്റ് ഇൻ ദ കോൾഡ് വാർ. രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു പിരിമുറുക്കം കുറയ്ക്കാനായിട്ട് കോൾഡ് വാർ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്. ഈ അടുത്തതെന്ന് പറഞ്ഞാൽ ന്യൂ കോൾഡ് വാർ, നവീന ശീതസമരം എന്താണ്, വാട്ട് യു മീൻ ബൈ മാർഷൽ പ്ലാൻ. ഇങ്ങനെ പ്രധാനപ്പെട്ട 5 ക്വസ്റ്റ്യൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് തുടങ്ങാം. ഫസ്റ്റത്തത് വാട്ട് ഈസ് കോൾഡ് വാർ. ഈ കോൾഡ് വാർ എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ ഒരു ശീതം എന്ന് പറയുമ്പോൾ എന്താണ്, തണുപ്പ് അല്ലെ. അപ്പൊ തണുപ്പ് അല്ലെങ്കിൽ എന്താണ്, തണുപ്പ് യുദ്ധമാണോ അല്ലെങ്കിൽ എന്താണ് തണുപ്പുമായിട്ടുള്ള ബന്ധപ്പെട്ട എന്തെങ്കിലും ആണോ എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്ത വരും അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ്. നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാർ നമ്മൾ പഠിച്ചതാണ്. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം അല്ലെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് 2 ശക്തികളുടെ കൈകളിലായി. ഫസ്റ്റ് വൺ ഏതായിരുന്നു? അമേരിക്ക. രണ്ടാമത്തേത് ഏതാണ്? സോവിയറ്റ് യൂണിയൻ. അറിയാലോ. അപ്പൊ ഈ അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് വലിയ പോപ്പുലർ ആയിട്ടുള്ള 2 കൺട്രീസ് ആയിട്ട് മാറുകയാണ്. ഈ സമയത്ത് ഇവരെന്താണ് പാശ്ചാത്യ ശക്തികളുമായിട്ടൊക്കെ ബന്ധമൊക്കെ പുലർത്തി ഇവിടെ അവർ സമയത്ത് ഭയങ്കരമായിട്ടുള്ള അവർ ആധിപത്യം പുലർത്തുകയാണ്. രാജ്യത്തിലെ ഏറ്റവും പ്രമുഖരായിട്ട് ആര് മാറുകയാണ്? നമ്മുടെ അമേരിക്കയും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനും മാറുകയാണ്. അപ്പൊ അതോടുകൂടിയാണ് ജനങ്ങൾ, മറ്റ് പീപ്പിൾസ് അല്ലെങ്കിൽ മറ്റ് കുഞ്ഞു കൺട്രീസ് വിചാരിച്ചു ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, അമേരിക്കയിൽ ചേരുക, അല്ല എങ്കിൽ എന്ത് ചെയ്യുക, സോവിയറ്റ് യൂണിയനിൽ ചേരുക. മനസ്സിലാവുന്നുണ്ടോ? ഒന്നെങ്കിൽ അമേരിക്കയിൽ ജോയിൻ ചെയ്യുക, അല്ല എങ്കിൽ സോവിയറ്റ് യൂണിയനിലേക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെ 2 പേരും തമ്മിൽ 2 ചേരികളായിട്ട് തിരിയുകയും ഇവർ തമ്മിൽ ഒരു യുദ്ധമൊക്കെ ആ സമയത്ത് അവസാനിച്ചു വരികയാണ്. നമുക്കിവിടെ അറിയാം, പാശ്ചാത്യ ശക്തികളും യുദ്ധകാലത്ത് നിലനിന്ന സഖ്യവും സൗഹാർദ്ദവും ഒക്കെ അവിടെ ആ സമയത്ത് തന്നെ അവസാനിക്കുകയും സോവിയറ്റ് യൂണിയന്റെയും അമേരിക്കയുടെ നേതൃത്വത്തിൽ ലോകം എന്തായി മാറുന്നു? മുതലാളിത്ത വ്യവസ്ഥയെന്നും അതുപോലെ തന്നെ മുതലാളിത്ത വ്യവസ്ഥയെന്നും കമ്മ്യൂണിസ്റ്റ് ചേരിയെന്നും മാറുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ മുതലാളിത്ത വ്യവസ്ഥയും കമ്മ്യൂണിസ്റ്റ് ചേരിയായിട്ട് മാറി. ഈ സമയത്ത് ഏതെങ്കിലും ഒന്നിൽ എന്ത് ചെയ്യണം?
ചേർന്നേ പറ്റൂ എന്ന് ആര് മനസ്സിലാക്കിയാണ്? രാജ്യങ്ങൾ മനസ്സിലാക്കുകയും പാശ്ചാത്യ ശക്തികളിലായ സോവിയറ്റ് യൂണിയനിൽ ചേരുന്നത് ഒരു ഭാഗമായിട്ടും അതുപോലെ തന്നെ മുതലാളിത്ത വ്യവസ്ഥയിൽ ചേരുന്നതായിട്ടും അമേരിക്കയിൽ ചേരുന്നതായിട്ടും ഒരു വിഭാഗമായിട്ടും മാറുകയാണ്. ഇങ്ങനെ പരസ്പരം ശത്രുക്കളെ പുലർത്തിയിരുന്ന ഈ രണ്ടു രാജ്യങ്ങളും ചേരികളിൽ തമ്മിൽ നടന്ന യുദ്ധമാണ് ശീതസമരം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത് സിമ്പിൾ അല്ലേ, വേറൊന്നുമല്ല. നമ്മുടെ യുദ്ധം കഴിഞ്ഞ പോസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം പ്രമുഖരായിട്ട് ആരൊക്കെ മാറുകയാണ്? അമേരിക്കയും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനും മാറി. അപ്പൊ അമേരിക്ക സോവിയറ്റ് യൂണിയൻ മാറിയ സമയത്ത് ഒന്നെങ്കിൽ എന്ത് ചെയ്യുക? അമേരിക്കയിൽ മറ്റു രാജ്യങ്ങൾ ചേരുക, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനിൽ ചേരുക. രാജ്യങ്ങളുടെ അവസ്ഥയാണ്. അതായത് മുതലാളിത്ത വ്യവസ്ഥയെന്നും നമ്മുടെ കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയെന്നും രണ്ടായിട്ട് തിരികെയാണ്. മുതലാളിത്ത വ്യവസ്ഥയെന്നും കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയെന്നും രണ്ടായിട്ട് തരംതിരിക്കുകയാണ്. അപ്പൊ ഒന്നെങ്കിൽ മുതലാളിത്ത വ്യവസ്ഥയിൽ എന്ത് ചെയ്യുക? ചേരുക, അല്ല എങ്കിൽ കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയിൽ ചേരുക. അപ്പൊ ഈ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം അണിചേരുകയും പരസ്പരം ശത്രുത വരച്ചു പുലർത്തിയിരുന്ന ഈ രണ്ട് രാജ്യങ്ങളും രണ്ട് ചേരികളും തമ്മിൽ നടന്ന യുദ്ധത്തെയാണ് എന്ത് വിളിക്കുന്നത്? ശീതസമരം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ കോൾഡ് വാർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? മനസ്സിലായോ? പറയണോ? അപ്പൊ ശീതസമരം എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളും ഒരു ചേരിയിൽ അല്ലെങ്കിൽ മറ്റൊന്നിൽ എന്ത് ചെയ്യുക? ചേരുക. ഒരു ചേരിയിൽ അല്ലെങ്കിൽ മറ്റൊന്നിൽ ചേരുന്ന ആ അവസ്ഥ, രണ്ട് ചേരികളും അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളും ചേരികളും തമ്മിൽ നടന്ന യുദ്ധത്തെയാണ് ശീതസമരം എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്? രണ്ട് രാജ്യങ്ങൾ പ്രമുഖരായി വന്ന ഒരു മുതലാളിത്ത വ്യവസ്ഥ, അതിൽ ഒരു കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥ, അതായത് സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള ഒരു യുദ്ധവും കൂടെ അവസാനിക്കുകയാണ്, അതിനെ ആരംഭിക്കുകയാണ്. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ശീതസമരം എന്ന് വിളിക്കുന്നത്. അപ്പൊ നന്നായിട്ടൊന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കിയ ഒന്നുമില്ല. രണ്ട് വൻശക്തികൾ, ആരൊക്കെയാണ് രണ്ട് വൻശക്തികൾ? സോവിയറ്റ് യൂണിയനും അമേരിക്കയും. രണ്ടും ഓർത്തു വയ്ക്കുക, സോവിയറ്റ് യൂണിയനും അമേരിക്കയും. പാശ്ചാത്യ ശക്തികളും സോവിയറ്റ് യൂണിയനും തമ്മിൽ യുദ്ധകാലത്ത് തന്നെ നിലനിന്നിരുന്ന സഖ്യവും സൗഹാർദ്ദവും ഒക്കെ യുദ്ധത്തോടൊപ്പം തന്നെ അവസാനിച്ചു. അതുപോലെ തന്നെ രണ്ടുപേരും, അതായത് താമസിയാതെ തന്നെ അമേരിക്ക എന്നും സോവിയറ്റ് യൂണിയൻ രണ്ട് പ്രബല ശക്തികളായിട്ട് ഉയർന്നു വരികയും അതില് കമ്മ്യൂണിസ്റ്റ് ചേരി എന്നും മുതലാളിത്ത ചേരി എന്നും അല്ലെങ്കിൽ സോഷ്യലിസം എന്നും ചേരുകയുണ്ടായി. അതായത് രണ്ട് വിഭാഗങ്ങളായി മാറുകയാണ്. ഒന്നെങ്കിൽ രാജ്യം എന്തിലും മാറണം? മുതലാളിത്ത വ്യവസ്ഥയിൽ ചേരുക, അല്ല എങ്കിൽ കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയിൽ ചേരുക. ഈ രണ്ട് രാജ്യങ്ങളും പരസ്പരം വച്ചു പുലർത്തി ശത്രുത പുലർത്തിയിരുന്ന ഈ രണ്ട് രാജ്യങ്ങളും ചേരികളും തമ്മിൽ നടന്ന യുദ്ധത്തെയാണ് എന്ത് വിളിക്കുന്നത്? ശീതസമരം എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? സിമ്പിൾ ആണ്. ഇനി ശീതസമരം എന്താണ്? ഒരു യുദ്ധത്തിന്റെയോ അല്ലെങ്കിൽ ഒരു സമാധാനത്തിന്റെയോ ഒരു അവസ്ഥയല്ല. യുദ്ധമാണെന്ന് പറയാനും കഴിയില്ല, എന്നാൽ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറും അല്ല. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ അത് ആയുധം ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആയുധം എടുത്ത് വെപ്പൺസ് ഉപയോഗിച്ചിട്ട് അറ്റാക്ക് ചെയ്ത ഒരു യുദ്ധമായിരുന്നില്ല ശീതസമരം എന്ന് പറയുന്നത്. അപ്പൊ ശീതസമരം എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു വാറായിരുന്നു. ശീതസമരം ഒരു ഡിപ്ലോമാറ്റിക് നയതന്ത്രപരമായ യുദ്ധമായിരുന്നു ശീതസമരം. ശ്രദ്ധിച്ചിരിക്കുക, ശീതസമരം എന്ന് പറയുന്നത് ശീതസമരം ഇസ് നോട്ട് വാർ. ഇതൊരു വാറായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് കഴിയില്ല. പകരം എന്തായിട്ടാണ് കണക്കാക്കിയിരുന്നത്? ഒരു ഡിപ്ലോമാറ്റിക് വാറാണ്. ഇറ്റ്സ് കൺസിഡേർഡ് ബൈ ഡിപ്ലോമാറ്റിക് വാർ. നയതന്ത്രപരമായ ഒരു യുദ്ധമായിട്ടാണ് ശീതസമരത്തെ കണക്കാക്കിയിരുന്നത്. പിന്നെ ആശയപരമായ വെറുപ്പും രാഷ്ട്രീയ അവിശ്വാസം. അതായത് പരസ്പരം രാജ്യങ്ങൾ തമ്മിൽ തോക്കും എടുത്ത് വെടിവെക്കാനായിട്ട് അല്ലെങ്കിൽ ആയുധം എടുത്ത് അറ്റാക്ക് ചെയ്യാനായിട്ട് പോയില്ല. പകരം എന്താ ചെയ്തത്? പകരം ഇവർ തമ്മിൽ പരസ്പരം ആശയപരമായ സംസാരത്തിലുള്ള ആശയപരമായ വെറുപ്പുകൾ അല്ലെങ്കിൽ ആശയപരമായ രാഷ്ട്രീയ അവിശ്വാസം, ട്രസ്റ്റ് ഇല്ലായ്മ, ഇതൊക്കെയാണ് ഈ യുദ്ധത്തിന്റെ കാരണം എന്ന് പറയുന്നത്. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ഇത്രയാണ് 20ാം നൂറ്റാണ്ടിലെ 20th സെഞ്ചുറിയിലെ മൂന്നാമത്തെ യുദ്ധമായിട്ട് നമുക്ക് ആരെ കണക്കാക്കാം? ശീതസമരത്തെ കണക്കാക്കാം. മനസ്സിലായി? ഫസ്റ്റ് വേൾഡ് വാർ, പിന്നെ 1914, അത് കഴിഞ്ഞ് സെക്കൻഡ് വേൾഡ് വാർ, പിന്നെ ശീതസമരം. ഇത് തേർഡ് യുദ്ധമായിട്ട് അല്ലെങ്കിൽ തേർഡ് വാറായിട്ട് കണക്കാക്കുന്നു. അപ്പൊ ഒന്നുകൂടെ നമുക്ക് നോക്കാം, എന്താണ് ശീതസമരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ശത്രുതയും അത് എല്ലാം ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് രണ്ട് രാജ്യങ്ങൾ ഉയർന്നു വരികയാണ്. ഒന്ന് അമേരിക്ക, അനദർ വൺ സോവിയറ്റ് യൂണിയൻ. രണ്ടുപേരും പ്രമുഖരായ അല്ലെങ്കിൽ പ്രബലരായ രണ്ട് ചേരികളായിട്ട് തിരിയുകയാണ്. മുതലാളിത്ത വ്യവസ്ഥയെന്നും കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയെന്നും തിരിയുകയാണ്. മുതലാളിത്ത വ്യവസ്ഥ എവിടെയെന്ന് അറിയാമല്ലോ, നമ്മുടെ അമേരിക്ക. അപ്പൊ കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥ ഇങ്ങനെ രണ്ട് തരത്തിൽ തിരിയുകയും ഒന്നെങ്കിൽ രാജ്യങ്ങൾ ഒന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയിൽ ചേരുക, അല്ല എങ്കിൽ മുതലാളിത്ത വ്യവസ്ഥയിൽ ചേരുക എന്നുള്ള ഒരു നയം അവിടെ എന്ത് ചെയ്തു? ഉടലെടുത്തു. ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ സംഭവിച്ചത്? രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒന്നെങ്കിൽ പരസ്പരം ഒരു രാജ്യത്തിലോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിലോ ചേരുക എന്നുള്ള ഒരു പരസ്പരം ശത്രുത വെച്ച് പുലർത്തുന്ന ഈ രണ്ട് രാജ്യങ്ങളും ചേരികളും തമ്മിൽ നടന്ന യുദ്ധത്തെയാണ് എന്ത് വിളിക്കുന്നത്? ശീതസമരം എന്ന് വിളിക്കുന്നത്. ഈ ശീതസമരം എന്ന് പറയുന്നത് ഒരു യുദ്ധത്തിന്റെയോ അല്ലെങ്കിൽ ഒരു സമാധാനത്തിന്റെയോ ഒന്നും അല്ല, ഒരു അവസ്ഥയൊന്നും അല്ല. ഇതൊരു ആയുധം ഉപയോഗിച്ചിട്ടുള്ള ഒരു വെപ്പൺസ് ഉപയോഗിച്ചിട്ടുള്ള യുദ്ധവും അല്ല. ഒരു വെപ്പൺസ് ഒന്നും ഇതിനില്ല. ഇത് എങ്ങനെയായിരുന്നു? ഒരു ഡിപ്ലോമാറ്റിക് വാർ ആയിരുന്നു. ഇത് എങ്ങനത്തെ യുദ്ധമായിരുന്നു?
ഒരു ഡിപ്ലോമാറ്റിക് വാർ ആയിരുന്നു. പിന്നെ എന്താണ്, ആശയപരമായ വെറുപ്പോ അല്ലെങ്കിൽ രാഷ്ട്രീയ വിശ്വാസമോ ഒന്നും തന്നെ ഈ വാറിൽ ഇല്ലായിരുന്നു. ഇത് 20th സെഞ്ചുറിയിലെ ഒരു മൂന്നാമത്തെ യുദ്ധമായിട്ട് എന്ത് മാറുകയാണ്, ശീതസമരം മാറുകയാണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും മാത്രം പഠിച്ചു വെക്കാം. രണ്ടാമത്തേത് മെൻഷൻ സം ഓഫ് ദ ഫാക്ടർ റെസ്പോൺസിബിൾ ഫോർ കോൾഡ് വാർ. കോൾഡ് വാറിന് എന്തൊക്കെയാണ് പ്രത്യേകത അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഒന്നാമത്തേന്ന് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിയർ. കമ്മ്യൂണിസ്റ്റ് ഫിയർ എന്ന കമ്മ്യൂണിസ്റ്റ് ഭീതി അല്ലെ റഷ്യയിൽ ഉടലെടുത്തു. കമ്മ്യൂണിസ്റ്റ് ഭീതി എവിടെയാണ് ഉണ്ടായിരുന്നത്, റഷ്യയിൽ ഉടലെടുത്തു അല്ലെ. 1931 വരെ 1933 വരെ സോവിയറ്റ് യൂണിയൻ അംഗീകരിക്കാൻ പോലും ആര് തയ്യാറായില്ല, അമേരിക്ക തയ്യാറായില്ല. അതായത് ഈ സമയത്താണ് അമേരിക്കയോടൊപ്പം കിടപിടിച്ച് ആര് നിൽക്കുകയാണ്, സോവിയറ്റ് യൂണിയൻ നിൽക്കുകയാണ്. പക്ഷെ സോവിയറ്റ് യൂണിയനെ അംഗീകരിക്കാനായിട്ട് ആര് മുന്നോട്ട് വന്നില്ല, അമേരിക്ക മുന്നോട്ട് വന്നില്ല. 1933 വരെ സോവിയറ്റ് യൂണിയനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആർക്ക് കഴിഞ്ഞില്ല, നമ്മുടെ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല. ഹിറ്റ്ലറെ പ്രീണിപ്പിച്ച് രാജ്യങ്ങൾ പരിശ്രമിക്കുകയുണ്ട്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയന് എന്താണ്, സഖ്യമുണ്ടാക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ നിർബന്ധിതരായി. അപ്പൊ സോവിയറ്റ് യൂണിയനുമായിട്ട് എന്താണ് ഒരു സഖ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റ് വെസ്റ്റേൺ കൺട്രീസ് എന്തായി, മുന്നോട്ട് വരികയുണ്ടായി. കമ്മ്യൂണിസത്തെ തുടച്ചു മാറ്റാൻ അമേരിക്ക തീരുമാനിച്ചു. അപ്പൊ ഈ സമയത്ത് മുതലാളിത്ത വ്യവസ്ഥയായ അമേരിക്ക കമ്മ്യൂണിസത്തെ തുടച്ചു മാറ്റാനായിട്ട് പലതരത്തിലുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു. ഫുൾട്ടാങ് സർവകലാശാലയിൽ ശ്രദ്ധിച്ചിരിക്കുക, ഫുൾട്ടാങ് സർവകലാശാലയിൽ വിൻസൻ ചർച്ചിൽ നടത്തിയ ഇരുമ്പുമറ പ്രസംഗത്തിൽ അയൺ കർട്ടൻ സ്പീച്ച് ആരുടെയാണ്, നമ്മുടെ വിൻസൻ ചർച്ചിലിന്റെയാണ് അല്ലെ. അയൺ കർട്ടൻ സ്പീച്ച് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുമ്പുമറ പ്രസംഗം ആരുടെയാണ്, വിൻസൻ ചർച്ചിൽ. സോവിയറ്റ് യൂണിയനിലെ അമേരിക്കയും ബ്രിട്ടനും ഒന്നിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയുണ്ടായി. മനസ്സിലായോ? അപ്പം സോവിയറ്റ് യൂണിയനെതിരെ ശ്രദ്ധിച്ചിരിക്കുക, സോവിയറ്റ് യൂണിയനെതിരെ അമേരിക്കയും ബ്രിട്ടൻ എന്ത് ചെയ്യണം, ഒന്നിക്കണമെന്ന് ആര് പറയുകയുണ്ടായി, വിൽസൺ ചർച്ചിൽ. അമേരിക്ക എന്ത് ചെയ്തു, അമേരിക്കയോട് ആഹ്വാനം ചെയ്യുകയാണ്. വിൽസൺ ചർച്ചിൽ പറയുകയാണ് സോവിയറ്റ് യൂണിയനെതിരെ അമേരിക്കയും ബ്രിട്ടനും ഒന്നിക്കുകയും എന്താണ്, സോവിയറ്റ് യൂണിയനെ തുടച്ചു മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് എന്ത് പ്രസംഗത്തിൽ, അയൺ കർട്ടൻ സ്പീച്ചില് ഇരുമ്പുമറ പ്രസംഗത്തിൽ ഫുൾട്ടാങ് സമ്മേളനത്തിൽ അല്ലെ, ഫുൾട്ടാങ് സർവകലാശാലയിലെ സമ്മേളനത്തിൽ വെച്ചിട്ട് ആര് പറയുകയുണ്ടായി, വിൽസൺ ചർച്ചിൽ പറയുകയുണ്ടായി. അപ്പൊ ഈ ചർച്ചിന്റെ പ്രസംഗത്തിൽ നിന്ന് തന്നെ പ്രചോദനം ഉൾക്കൊണ്ട അമേരിക്ക കമ്മ്യൂണിസത്തെ എങ്ങനെയെങ്കിലും ഒതുക്കി ഒരു പേര് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന രാജ്യമായിരുന്നു അമേരിക്ക. ആ സമയത്താണ് ആര് പറയുന്നത്, വിൽസൺ ചർച്ചിൽ പറയുന്നു കമ്മ്യൂണിസത്തെ എന്ത് ചെയ്യണം, സോവിയറ്റ് യൂണിയൻ എന്ത് ചെയ്യണം, തുടച്ച് മാറ്റണം, അല്ലെങ്കിൽ എന്താണ് കമ്മ്യൂണിസത്തെ തുടച്ചു മാറ്റണം എന്നുള്ള ആ ഒരു കാര്യം പറയുകയുണ്ട്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ആര് മുന്നോട്ട് വരികയാണ്, ഇതിന് പ്രചോദനം ഉൾക്കൊണ്ട് സോവിയറ്റ് യൂണിയനെ തകർക്കാൻ വേണ്ടിയിട്ട് ആര് വരികയാണ്, അമേരിക്ക. ആരെ കൂട്ടുപിടിച്ചു, ബ്രിട്ടനെ കൂട്ടുപിടിച്ചു. പിന്നെ എന്താ സംഭവിച്ചത്, ഒരുപാട് പിന്തുണ എന്ത് ചെയ്തു, ഇവർക്ക് ലഭിച്ചു. കാരണം കമ്മ്യൂണിസത്തെ എങ്ങനെയെങ്കിലും തുടച്ചു മാറ്റണം. നമുക്കറിയാം ചൈനയിലെല്ലാം കമ്മ്യൂണിസ്റ്റ് മതമാണ് അല്ലെ, കമ്മ്യൂണിസം അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചത്, ഇവിടെ എന്താണ് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും അമേരിക്കൻ നയത്തിന് എന്ത് ചെയ്തു, പിന്തുണ നൽകി. ഇപ്പൊ അമേരിക്കയുടെ കൂടെ പോരാളികളായിട്ടും അല്ലെങ്കിൽ അനുയായികളായിട്ടും ഒത്തിരി രാജ്യങ്ങൾ കൂടെ വരികയുണ്ടായി. ക്ലിയർ? ഇനി ഡിസ്കസ് ദ ഇഷ്യൂസ് ഓഫ് പോളണ്ട് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് ദ കോൾഡ് വാർ. എന്താ പറഞ്ഞത്, ഡിസ്കസ് ദ ഇഷ്യൂസ് ഓഫ് പോളണ്ട് ഡ്യൂറിംഗ് ഫസ്റ്റ് ഫേസ് ഓഫ് ദ കോൾഡ് വാർ. കോൾഡ് വാറിന്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഏതായിരിക്കും, ഡിസ്കസ് ദ ഇഷ്യൂസ് ഓഫ് പോളണ്ട് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് ദ കോൾഡ് വാർ. പോളണ്ടിനെ നമുക്കറിയാലോ, പോളണ്ടിനെ എല്ലാ രാജ്യങ്ങളും ആക്രമിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനു മുമ്പ് മറ്റേ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യണ്ടേ, എല്ലാ ക്വസ്റ്റ്യൻ നമ്മൾ 2 പ്രാവശ്യം ഡിസ്കസ് ചെയ്തല്ലേ പോകുന്നത്. അപ്പൊ മറ്റേത് എന്താണ് മെൻഷൻ ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ കോൾഡ് വാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കോൾഡ് വാറിന്റെ റെസ്പോൺസിബിൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഏതൊക്കെയും ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഭീതിയാണ്. കോൾഡ് വാർ ഉണ്ടാകാനുള്ള കാരണം എന്താണ്, കമ്മ്യൂണിസ്റ്റ് ഭീതി. അതായത് റഷ്യയിൽ ഉടലെടുത്ത കമ്മ്യൂണിസം അല്ലെ. 1933 വരെ സോവിയറ്റ് യൂണിയനെ അക്സെപ്റ്റ് ചെയ്യാൻ ആര് തയ്യാറായില്ല, അമേരിക്ക തയ്യാറായില്ല. അമേരിക്കയ്ക്ക് ഒട്ടും തന്നെ സോവിയറ്റ് യൂണിയന്റെ നയങ്ങളോ സോവിയറ്റ് യൂണിയനുമായിട്ട് അംഗീകരിച്ചു പോകാനോ ആർക്ക് ഇഷ്ടമായിരുന്നില്ല, അമേരിക്കയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. പക്ഷേ ഹിറ്റ്ലറെ പ്രീണിപ്പിച്ച് രാജ്യങ്ങൾ പരിശ്രമിക്കേണ്ടായി. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനുമായി സഖ്യം ഉണ്ടാക്കാൻ ആര് തയ്യാറായി, പാശ്ചാത്യ രാജ്യങ്ങൾ നിർബന്ധിതരായി. മനസ്സിലാവുന്നുണ്ട്? പാശ്ചാത്യ രാജ്യങ്ങളും സോവിയറ്റ് യൂണിയനും തമ്മിൽ എന്തുണ്ടായി, കുറച്ച് ബന്ധമൊക്കെ പുലർത്തി. ആ സമയത്താണ് എന്താ സംഭവിച്ചത്, കമ്മ്യൂണിസത്തെ തുടച്ചു മാറ്റാൻ, കമ്മ്യൂണിസത്തെ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, സോവിയറ്റ് യൂണിയൻ കമ്മ്യൂണിസം അല്ലേ, മുതലാളിത്തം എവിടെയാണ്, അമേരിക്കയിൽ. അപ്പൊ കമ്മ്യൂണിസ്റ്റ് തുടച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഫുൾട്ടാങ് സർവകലാശാലയിലെ വിൽസൺ ചർച്ചിൽ എന്താ നടത്തിയത്, ഒരു പ്രസംഗം നടത്തി, ഇരുമ്പുമറ പ്രസംഗം അല്ലെങ്കിൽ അയൺ കർട്ടൻ സ്പീച്ച് നടത്തുകയുണ്ടായി. മനസ്സിലാവുന്നുണ്ടോ? അയൺ കർട്ടൻ സ്പീച്ചിൽ എന്താ പറഞ്ഞത്, എങ്ങനെയെങ്കിലും സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസത്തെ മാറ്റുക എന്ന് ആഹ്വാനം ചെയ്തു, വിൻസൺ ചർച്ചിൽ ആഹ്വാനം ചെയ്തു. ഇത് സമയത്ത് തന്നെ എന്ത് സംഭവിച്ചു, ഇതിനു വേണ്ടിയിട്ട് ബ്രിട്ടനും അമേരിക്കയും തമ്മിൽ എന്ത് ചെയ്യണം,
ഒരു സമയത്ത് ശത്രുക്കളായിരുന്ന ബ്രിട്ടനും അമേരിക്കയും തമ്മിൽ ഒന്നിക്കണമെന്നും നിങ്ങൾ രണ്ടുപേരും കൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സോവിയറ്റ് യൂണിയനെ നമുക്ക് എന്ത് ചെയ്യാം, തകർക്കാമെന്നും ആര് പറയുകയുണ്ടായി? വിൻസ്റ്റൺ ചർച്ചിന്റെ ഫുൾ ടാങ്ക് സമ്മേളനത്തിലെ പ്രസംഗത്തിൽ വെച്ച് അഭിപ്രായപ്പെടുകയുണ്ടായി. ഈ സമയത്ത് തന്നെ ഇതിന് പ്രചോദനം ഉൾക്കൊണ്ട അമേരിക്ക കമ്മ്യൂണിസത്തെ ഒതുക്കി നിർത്തുക എന്ന നയത്തിന് രൂപം നൽകി. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ മുതലാളിത്ത രാജ്യങ്ങൾക്ക് അമേരിക്കൻ നയത്തിന് പിന്തുണ നൽകി. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ഈ സമയത്ത് തന്നെ എങ്ങനെയെങ്കിലും ബ്രിട്ടനെ എന്ത് ചെയ്യണം, കൂട്ടിപ്പിടിച്ചിട്ട് എങ്ങനെയെങ്കിലും സോവിയറ്റ് യൂണിയനെ എന്ത് ചെയ്യണം, തകർക്കണം, അവിടുത്തെ കമ്മ്യൂണിസത്തെ എന്ത് ചെയ്യണം, തകർത്തെറിയണം എന്നുള്ള അഭിപ്രായം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ഡിസ്കസ് ദ ഇഷ്യൂസ് ഓഫ് ദ പോളണ്ട് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് ദ കോൾഡ് വാർ. കോൾഡ് വാറിന്റെ ഫസ്റ്റ് ഫേസ് പോളണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിക്കും. എന്തൊക്കെയായിരുന്നു? പോളണ്ടിനെ എല്ലാ രാജ്യങ്ങളും അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. എല്ലാ രാജ്യങ്ങളും, അതൊരു കൊച്ചു കൺട്രിയാണ്, എല്ലാവരും എന്ത് ചെയ്യാൻ, അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. 1939 ഹിറ്റ്ലറുടെ സൈന്യം പോളിഷ് ഇടനാഴി ആക്രമിച്ച് കടന്നപ്പോൾ ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. നോക്കിക്കേ, 1939 ഹിറ്റ്ലറുടെ സൈന്യം പോളിഷ് ഇടനാഴി ആക്രമിച്ച് കടന്നപ്പോൾ ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിക്കെതിരെ എന്ത് ചെയ്തു? യുദ്ധം പ്രഖ്യാപിച്ചു. റഷ്യയുടെ പൂർവ്വ ശത്രുവായിരുന്നു. അപ്പൊ റഷ്യയുടെ പൂർവ്വ ശത്രു ആരായിരുന്നു? പോളണ്ട് ആയിരുന്നു. മനസ്സിലായോ? സോവിയറ്റ് യൂണിയന്റെ പ്രധാന ശത്രു ആരായിരുന്നു? പോളണ്ട് ആയിരുന്നു. റഷ്യയെ സംബന്ധിച്ച് ആക്രമണം നടത്തുന്നുള്ള ഒരു പ്രവേശന കവാടമായിരുന്നു ഈ പോളണ്ട് എന്ന് പറയുന്നത്. പോളണ്ടിന്റെ ഭാവിയെ കുറിച്ച് യാൾട്ട സമ്മേളനത്തിൽ വച്ച് സ്റ്റാലിനും ചർച്ചിലും റൂസ്വെൽറ്റ് നടത്തിയ തുടങ്ങിയ നേതാക്കൾ ചർച്ച ചെയ്തിരുന്നു. പോളണ്ടിന്റെ മറ്റു രാജ്യങ്ങളെല്ലാം അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ട് അതിന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തണമെന്ന് ആര് സമ്മേളനത്തിൽ പറയുകയുണ്ടായി? വിൻസ്റ്റൺ ചർച്ചിലും അതുപോലെ തന്നെ സ്റ്റാലിനും റൂസ്വെൽറ്റും. ഏതെങ്കിലും പോളണ്ടിന്റെ അതിർത്തി സംബന്ധിച്ച് ഒരു തീരുമാനത്തിൽ എത്താൻ സാധിച്ചില്ല. പക്ഷേ പൂർണ്ണമായും പോളണ്ട് സോവിയറ്റ് സൈന്യത്തിന്റെ കീഴിൽ വന്നു. ഇപ്പൊ സോവിയറ്റ് സൈന്യത്തിന്റെ കീഴിലാണ് ആരുള്ളത്? പോളണ്ട് ഉള്ളത്. മനസ്സിലാവുന്നില്ല? അപ്പൊ പോളണ്ട് ഇപ്പൊ ആരുടെ കീഴിലാണ്? സോവിയറ്റ് യൂണിയന്റെ കൈകളിലാണ്, സോവിയറ്റ് യൂണിയന്റെ കീഴിലാണ്. അപ്പൊ പോളണ്ടിനെ എല്ലാ രാജ്യങ്ങളും ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധത്തിൽ അറ്റാക്ക് ചെയ്യുകയുണ്ടായി. 1939 ഹിറ്റ്ലറുടെ സൈന്യം പോളിഷ് ഇടനാഴി ആക്രമിച്ച് കടന്നപ്പോൾ ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അപ്പൊ ജർമ്മനിക്കെതിരെ എന്താ സംഭവിച്ചത്? യുദ്ധമൊക്കെ പ്രഖ്യാപിച്ചു. ഇവിടെ നിൽക്കുകയാണ്. ആ സമയത്താണ് റഷ്യയുടെ പൂർവ്വ ശത്രുവായ, റഷ്യയുടെ പണ്ടേ ഉള്ള ശത്രുവാണ് എന്ന് പറയുന്നത് പോളണ്ട്. റഷ്യയെ സംബന്ധിച്ച് ആക്രമണം നടത്തുന്നുള്ള ഒരു പ്രവേശന കവാടമായിരുന്നു ഏതെന്ന് പറയുന്നത്? നമ്മുടെ പോളണ്ട് എന്ന് പറയുന്നത്. മനസ്സിലാവോ? പോളണ്ടിന്റെ ഭാവിയെക്കുറിച്ച് എന്താണ് യാൾട്ട സമ്മേളനത്തിൽ വെച്ചിട്ട് സമ്മേളനങ്ങൾ ഓർത്തു വരും. മറ്റത് ഫുൾ ടാങ്ക് സമ്മേളനമാണ്, ഇത് യാൾട്ട സമ്മേളനത്തിൽ വെച്ചിട്ട് വിൽസൺ ചർച്ചിലും അതുപോലെ തന്നെ റൂസ്വെൽറ്റും ഒക്കെ നേതാക്കളും ചർച്ച ചെയ്തിരുന്നു. ഏതെങ്കിലും പോളണ്ടിന്റെ അതിർത്തി സംബന്ധിച്ച് ഒരു തീരുമാനത്തിൽ എത്താൻ സാധിച്ചില്ല. പക്ഷെ പൂർണ്ണമായും പോളണ്ട് സോവിയറ്റ് യൂണിയന്റെ അധികാരത്തിൽ വന്നു. മനസ്സിലാവുന്നുണ്ട്? ഏതെങ്കിലും അല്ല, സോവിയറ്റ് യൂണിയന്റെ അധികാരത്തിൽ തന്നെ ആര് വരികയുണ്ടായി? നമ്മുടെ പോളണ്ട് വരികയുണ്ടായി. പോളണ്ടിന്റെ മേലുള്ള സോവിയറ്റ് ആധിപത്യം ശീതസമരത്തിന്റെ ഉത്ഭവത്തിന് വഴിതെളിച്ച ഒരു പ്രധാന കാരണം. അപ്പൊ പോളണ്ടും കൂടെ സോവിയറ്റ് യൂണിയന്റെ കീഴിലായപ്പോൾ അത് എന്തിന് വഴിതെളിച്ചു? ശീതസമരത്തിന് വഴിതെളിക്കുകയുണ്ടായി. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദ ഫേസ് ഓഫ് ഡിറ്റന്റ് ഇൻ ദ കോൾഡ് വാർ. കോൾഡ് വാറിന്റെ ആ സമയത്ത് നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? രാജ്യങ്ങൾ തമ്മിലുള്ള പിരിമുറുക്കം എങ്ങനെയൊക്കെ കുറയും? ഡിറ്റന്റ് എന്ന് പറയുന്ന അർത്ഥം എന്താണ്? രാജ്യങ്ങൾ തമ്മിലുള്ള പിരിമുറുക്കം കുറയ്ക്കൽ. ഏതൊക്കെയാണ് നോക്കിക്കേ. സോവിയറ്റ് യൂണിയനും അമേരിക്കയും ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. നമുക്ക് കണ്ടല്ലോ, ശീതസമരത്തിലോട്ട് വരികയാണ് അല്ലെ? അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. ഈ ഘട്ടത്തെയാണ് എന്ത് വിളിക്കുന്നത്? ഡിറ്റന്റ് ഘട്ടം എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഡിറ്റന്റ് ഘട്ടം എന്നറിയപ്പെടുന്നത് എന്താണ്? ഡിറ്റന്റിന്റെ അർത്ഥം രാജ്യങ്ങൾ തമ്മിലുള്ള പിരിമുറുക്കം കുറയ്ക്കൽ. എന്ന് പറയുന്നത് നമ്മുടെ ഡിറ്റന്റ് ആണ്. മനസ്സിലായോ? ഡിറ്റന്റ് എന്നാണ്. സോവിയറ്റ് യൂണിയനും അമേരിക്കയും ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. ഈ ഘട്ടത്തെയാണ് എന്ത് വിളിക്കുന്നത്? ഡിറ്റന്റ് ഘട്ടം എന്ന് വിളിക്കുന്നത്. കിഴക്ക് പടിഞ്ഞാറ് സംഘർഷം കുറയ്ക്കലിനാണ് ഇതിനെ സൂചിപ്പിച്ചിട്ടുള്ളതെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ ആണ് ഇതിന്റെ ഉപജ്ഞാതാവ്. അപ്പൊ ഈ ഡിറ്റന്റ് കോൾഡ് വാറിന്റെ വക്താവ് അല്ലെങ്കിൽ ഫൗണ്ടർ എന്ന് പറയുന്ന ആരാണ്? നിക്സൺ ആണ്. അമേരിക്കൻ പ്രസിഡന്റായ നിക്സൺ ആണ് നമ്മുടെ ഡിറ്റന്റ് കോൾഡ് വാർ കൊണ്ടുവന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഡിറ്റന്റ് കോൾഡ് വാർ കൊണ്ടുവന്നത് ആരാണ്? അമേരിക്കൻ പ്രസിഡന്റായ നിക്സൺ ആണ്. ഡിറ്റന്റ് കോൾഡ് വാർ കൊണ്ടുവന്നത്. അപ്പൊ ഒന്നുകൂടെ ഡിറ്റന്റ് കോൾഡ് വാർ എന്ന് പറയുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള പിരിമുറുക്കം കുറയ്ക്കലിനെയാണ് എന്ന് വിളിക്കുന്നത്? ഡിറ്റന്റ് കോൾഡ് വാർ എന്ന് വിളിക്കുന്നത്. ഈ സമയത്ത് സോവിയറ്റ് യൂണിയനും അമേരിക്കയും ഒരു തലത്തിലോട്ട് എന്ത് ചെയ്തു? പ്രവേശിച്ചു. ഈ ഘട്ടമാണ് ഡിറ്റന്റ് കാലഘട്ടം അല്ലെങ്കിൽ ഡിറ്റന്റ് ഘട്ടം എന്ന് വിളിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ്? കിഴക്ക് പടിഞ്ഞാറ് സംഘർഷം കുറയ്ക്കലിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്.
കിഴക്ക് പടിഞ്ഞാറ് സംഘർഷം കുറയ്ക്കലിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റായ നിക്സൺ ആണ് ഇതിന്റെ വക്താവ്. അമേരിക്കൻ പ്രസിഡന്റായ നിക്സൺ ആണ് എന്തിന്റെ വക്താവ് എന്ന് പറയുന്നത്? ഈ ഡിറ്റന്റ് ഘട്ടത്തിന്റെ വക്താവ് എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ? ഇനി വാട്ട് ഈസ് ന്യൂ കോൾഡ് വാർ? എന്താണ് ന്യൂ കോൾഡ് വാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നവീന ശീത സമരം എന്ന് പറയുന്നത് എന്താണ്? നവീന ശീത സമരം എന്ന് പറയുന്നത് എന്താണ്? വാട്ട് വേസ് ഡസ് ദ ഡിഫർ ഫ്രം ദ കോൾഡ് വാർ? ഡിഫർ ഫ്രം ദ കോൾഡ് വാർ എന്ന് നവീന നമ്മൾ പറയില്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹിസ്റ്ററിയിൽ നവീന ശിലായുഗം എന്നൊക്കെ. നവീനത്തിന്റെ അർത്ഥം എന്താണ്? നവീനം, പുതിയത് അല്ലെ? നവീനം എന്ന് പറയുമ്പോൾ പുതിയത്, പുതിയ ചിന്താഗതി, പുതിയ രീതി. ന്യൂ എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ന്യൂ പുതിയതല്ലേ? അപ്പൊ ഇതുപോലെ ന്യൂ കോൾഡ് വാർ എന്ന് പറയുന്നത് നവീന ശീതസമരം. നവീന ശീതസമരം എന്ന് പറയുന്നത് എന്താണ്? 1980 എന്ത് തുടങ്ങിയത്? ശീതസമരം തിരിച്ചു വരുന്നതിന്റെ സാധ്യതകൾ കണ്ടു തുടങ്ങി. അപ്പം ആദ്യം ഒരു ശീതസമരം ഉണ്ടായി, നമ്മൾ പറഞ്ഞു. സോവിയറ്റ് യൂണിയനും അമേരിക്കയും പുതിയ ശക്തികളായിട്ട് വരികയും മുതലാളിത്തവും കമ്മ്യൂണിസം ഉടലെടുത്തു. അതുപോലെ 1980 ശീതസമരം എന്ത് ചെയ്തു? തിരിച്ചു വരികയാണ്. തിരിച്ച് കം ബാക്ക് എന്നുള്ള രീതിയിൽ വന്നതിന്റെ സാധ്യതകൾ കണ്ടു തുടങ്ങി. ഈ പ്രതിസന്ധിയെയാണ്, അല്ലെ വീണ്ടും ഒരു യുദ്ധമായിട്ട് വീണ്ടും വരികയാണെന്നുള്ള ഒരു പ്രതിസന്ധിയാണ് എന്ത് വിളിക്കുന്നത്? ന്യൂ കോൾഡ് വാർ എന്ന് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു ശീതസമരം എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ എടുത്തുകൊണ്ട് യുദ്ധം ചെയ്യാൻ പോകുന്നതല്ല, പകരം എങ്ങനെയാണ്? ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു വാറാണ്, അല്ലെ? ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു വാറാണ്, ആശയപരമായ വെറുപ്പിന്റെ ഒരു വാറാണ്, അല്ലെ? വാക്കുകൾ കൊണ്ട് അമ്മാനമാടുകയാണ് മറ്റു രാജ്യങ്ങളെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ 1980 1980 ശീതസമരം എങ്ങനെയാണ് തിരിച്ചു വരുന്നതിന്റെ സാധ്യതകൾ കണ്ടു തുടങ്ങി. ഈ പ്രതിസന്ധിയാണ് ന്യൂ കോൾഡ് വാർ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ നവീന ശീതസമരം എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ന്യൂ കോൾഡ് വാർ എന്ന് പറയുമ്പോൾ USA-യും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ബന്ധം ഇതോടെ വഷളാവുകയാണ്. അപ്പൊ വീണ്ടും എന്താണ്? USA എന്ന് പറഞ്ഞാൽ എന്താണ്? അമേരിക്കയും അതുപോലെ സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ബന്ധം കൂടുതലായിട്ട് എന്ത് ചെയ്തു? വഷളാവുകയാണ്. വഷളാവുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എന്താണ്? വീണ്ടും തമ്മിൽ ക്ലാഷ് ആവുകയാണ്. കാരണം ഒരു യുദ്ധം കഴിഞ്ഞു, പിന്നെയും ഒരുമിച്ച് വരിക സമയത്ത് വീണ്ടും ശീതസമരം ഉണ്ടാവുകയാണ്. രണ്ടാമത് വീണ്ടും എന്താണ്? ന്യൂ കോൾഡ് വാർ, അല്ലെങ്കിൽ നവീന ശീതസമരം ഉണ്ടാകുകയാണ്. USA-യും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ബന്ധം കൂടുതലായിട്ട് വഷളായിക്കൊണ്ടായി. പുതിയ ശീതസമരം എന്താണ്? ഒരു പ്രത്യേക ശാസ്ത്രപരമായ സംഘടനമായിരുന്നില്ല, മറിച്ച് എങ്ങനെയാണ്? രാഷ്ട്രം തമ്മിലുള്ള ബന്ധത്തിന് അധികാര സന്തുലനമായി ബന്ധപ്പെട്ട്, അതായത് അധികാരത്തിന് വേണ്ടിയിട്ടാണ്. അടിക്കും ബഹളോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് വെപ്പൺസും കൊണ്ടുപോകുന്നതല്ല, പകരം എങ്ങനെയാണ്? രാഷ്ട്രീയ ശക്തി തമ്മിലുള്ള അധികാര സന്തുലനമായിരുന്നു. അധികാര സന്തുലനവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറയുന്നത് ശീതസമരം എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഒന്നുകൂടെ നോക്കിക്കേ, എന്താണ് നവീന ശീതസമരം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? 1980 എന്ന് പറയുമ്പോൾ 1980 ശീതസമരം പിന്നെ എന്ത് ചെയ്തു? ഉടലെടുത്തു. ഇതിന്റെ സാധ്യതകൾ കണ്ടു തുടങ്ങി. ഈ പ്രതിസന്ധിയാണ് ന്യൂ കോൾഡ് വാർ എന്ന് അറിയപ്പെടുന്നത്. ഈ പ്രതിസന്ധി എന്നറിയപ്പെട്ടു ന്യൂ കോൾഡ് വാർ എന്ന് അറിയപ്പെടുന്നു. USA-യും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ബന്ധം ആ സമയത്ത് വഷളാവുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ സമയത്ത് വഷളാവുകയും പിന്നെ എന്താണ്? പുതിയ ശീതസമരം ഒരു പ്രത്യേക ശാസ്ത്രപരമായ സംഘടന ആയിരുന്നില്ല, പകരം എങ്ങനെയാണ്? രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അധികാര സന്തുലനത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധത്തെയാണ് എന്ത് വിളിക്കുന്നത്, അല്ലെങ്കിൽ വാറിനെയാണ് എന്ത് വിളിക്കുന്നത്? ശീതസമരം എന്ന്, അല്ലെങ്കിൽ നവീന ശീതസമരം, അല്ലെങ്കിൽ എന്താണ്? പുതിയ ശീതസമരം എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇനി വാട്ട് യു മീൻ ബൈ മാർഷൽ പ്ലാൻ? എന്താണ് മാർഷൽ പ്ലാൻ? കമ്മ്യൂണിസത്തെ, അല്ലെങ്കിൽ നമ്മുടെ അറിയാലോ കമ്മ്യൂണിസത്തെ ഒതുക്കി നിർത്തുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക ആവിഷ്കരിച്ച സാമ്പത്തിക തന്ത്രത്തെയാണ് എന്ന് വിളിച്ചത് മാർഷൽ പദ്ധതി, അല്ലെങ്കിൽ മാർഷൽ പ്ലാൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ കമ്മ്യൂണിസത്തെ എങ്ങനെയെങ്കിലും തുടച്ചു മാറ്റുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക കൊണ്ടുവന്ന പദ്ധതിയെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മുടെ മാർഷൽ പ്ലാൻ എന്ന് അറിയപ്പെടുന്നത്. മാർഷൽ പ്ലാൻ എന്ന് പറയുമ്പോൾ എന്താണ്? അമേരിക്ക എന്താ സംഭവിച്ചത്? കമ്മ്യൂണിസത്തെ എന്ത് ചെയ്യുക? മാറ്റുക എന്നുള്ള രീതിയിൽ അമേരിക്ക കൊണ്ടുവന്ന പദ്ധതിയെയാണ് മാർഷൽ പ്ലാൻ എന്ന് വിളിക്കുന്നത്. ഇതിനു പുറമെ എന്താണ്? സോവിയറ്റ് യൂണിയനെതിരെ നാറ്റോ എന്നൊരു സൈനിക സഖ്യത്തെയും, നമുക്കറിയാം നാറ്റോ, സെന്റോ, സീറ്റോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നാറ്റോ എന്ന് പറയുന്ന സൈനിക സഖ്യത്തെയും നിയമിച്ചു. ക്ലിയർ അല്ലേ? അപ്പൊ വാട്ട് യു മീൻ ബൈ മാർഷൽ പ്ലാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർഷൽ പ്ലാൻ എന്ന് പറയുമ്പോൾ ആരാ കൊണ്ടുവന്നത് എന്ന് ഒരു മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസത്തെ ഒതുക്കി നിർത്തുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക ആവിഷ്കരിച്ച സാമ്പത്തിക തന്ത്രമാണ്, ശ്രദ്ധിച്ചു പഠിക്കുക, സാമ്പത്തിക തന്ത്രമാണ് മാർഷൽ പദ്ധതി എന്ന് വിളിക്കുന്നത്. ഇതിന് പുറമെ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സോവിയറ്റ് യൂണിയനും അമേരിക്കയും ബദ്ധ ശത്രുക്കളാണ്. സോവിയറ്റ് യൂണിയനെതിരെ നാറ്റോ എന്നൊരു സൈനിക സഖ്യത്തെയും നിയമിക്കുകയുണ്ടായി. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഒന്നുകൂടെ നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. നമുക്ക് ഒന്നുകൂടെ വൈൻഡപ്പ് ചെയ്തല്ലേ നമ്മൾ എന്നും ക്ലാസ് നിർത്തുള്ളൂ. അപ്പൊ എന്താണ് കോൾഡ് വാർ എന്ന് പറയുമ്പോൾ
അമേരിക്കയും റഷ്യയും തമ്മിലുണ്ടായിരുന്ന, പാശ്ചാത്യ ശക്തികൾ തമ്മിലുണ്ടായിരുന്ന യുദ്ധകാലത്ത് തന്നെ അവർ തമ്മിൽ എന്തായി മാറുന്നു? ക്ലാഷ് ആകുന്നു അല്ലെ? ആ സമയത്ത് ഉണ്ടാകുന്ന രണ്ട് ചേരികളായ ലോകം മാറുകയാണ്. ഒന്ന് മുതലാളിത്തം, ഒന്ന് സോഷ്യൽ, നമ്മുടെ എന്താണ് കമ്മ്യൂണിസം എന്ന് മാറുകയാണ്. അതില് എല്ലാ രാജ്യങ്ങളും ഒരു ചേരിയിൽ അല്ലെങ്കിൽ മറ്റേതിലെങ്കിലും ചേരണം. പരസ്പരം ശത്രുതയായിരുന്ന ഈ രാജ്യങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? രണ്ട് ചേരികൾ തമ്മിൽ നടന്ന യുദ്ധത്തെയാണ് ശീതസമരം എന്ന് അറിയപ്പെടുന്നത്. രണ്ടിലേതെങ്കിലും ഒന്നിൽ തമ്മിൽ ചേരണം. അപ്പൊ ശീതസമരം എന്ന് പറയുന്നത് ഒരു യുദ്ധത്തിന്റെയോ അല്ലെങ്കിൽ ഒരു സമാധാനത്തിന്റെ അവസ്ഥയല്ല. ഇത് തമ്മിൽ എങ്ങനെയാണ്? ആയുധം ഉപയോഗിച്ചിട്ടുള്ള യുദ്ധവുമായിരുന്നില്ല. ഇത് പകരം എന്തായിരുന്നു? ഡിപ്ലോമാറ്റിക് വാർ ആയിരുന്നു. ഒരു ഡിപ്ലോമാറ്റിക് വാറിനെയാണ് എന്ത് വിളിക്കുന്നത്? ശീതസമരം എന്ന് വിളിക്കുന്നത്. ഒരു നയതന്ത്രപരമായ അല്ലെങ്കിൽ എന്താണ് നയതന്ത്രപരമായ യുദ്ധത്തെയാണ് ശീതസമരം എന്ന് വിളിക്കുന്നത്. ഇതിൽ ആശയപരമായ വെറുപ്പില്ല, രാഷ്ട്രീയമായ ഒരൊന്നുമില്ല, വിശ്വാസമായ അതിന്റെ ഒരു വെറുപ്പും അതുപോലെ അവിശ്വാസമാണ്. രാജ്യങ്ങളെ തമ്മിൽ എന്താണ് ടോർച്ചർ ചെയ്യുന്ന രീതികളാണ്, അല്ലാതെ ആയുധമെടുത്ത് യുദ്ധം ചെയ്യുന്നതല്ല ശീതസമരം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി എന്താണ് ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചു. എന്താണ്? കമ്മ്യൂണിസം ഭീതി അല്ലെ? റഷ്യയിൽ 1933 വരെ സോവിയറ്റ് യൂണിയനെ അംഗീകരിക്കാൻ പോലും ആര് തയ്യാറായില്ല? അമേരിക്ക തയ്യാറായില്ല. ഹിറ്റ്ലറെ എന്ത് ചെയ്തു? പ്രീണിപ്പിച്ച രാജ്യങ്ങൾ പരിശ്രമിക്കേണ്ട. ഈ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് സോവിയറ്റ് യൂണിയനുമായി സഖ്യം ഉണ്ടാക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ നിർബന്ധിതരായി. കമ്മ്യൂണിസത്തെ തുടച്ചു മാറ്റാൻ അമേരിക്ക തീരുമാനിച്ചു. ഫുൾട്ടാങ് സർവകലാശാലയിൽ ആര് പറഞ്ഞു? വിൽസൺ ചർച്ചിൽ നടത്തിയ ഇരുമ്പുമറ പ്രസംഗത്തിൽ, അയൺ കർട്ടർ സ്പീച്ചിൽ സോവിയറ്റ് യൂണിയനെ അമേരിക്കയും ബ്രിട്ടനും ഒന്നിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയുണ്ടായി. മനസ്സിലായോ? സോവിയറ്റ് യൂണിയനെതിരെ അമേരിക്കയും ബ്രിട്ടനും ഒന്നിക്കണമെന്ന് ആരാ പറഞ്ഞത്? വിൽസൺ ചർച്ചിൽ അല്ലെ? ചർച്ചയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അമേരിക്ക ആർക്കെതിരെ പോരാടാൻ തുടങ്ങി? സോവിയറ്റ് യൂണിയനെതിരെ പോരാടാൻ തുടങ്ങി. മനസ്സിലാവുന്നു? ഇനി പോളണ്ടിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? എല്ലാ രാജ്യങ്ങളും ആക്രമിക്കാൻ തുടങ്ങിയ ഒരു രാജ്യമായിരുന്നു പോളണ്ട് എന്ന് പറയുന്നത്. 1939 ഹിറ്റ്ലർ സൈന്യം പോളിഷ് ഇടനാഴി ആക്രമിച്ചു കടന്നപ്പോൾ ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിക്കെതിരെ എന്ത് ചെയ്തു? യുദ്ധം പ്രഖ്യാപിച്ചു. റഷ്യയുടെ പൂർവ്വ ശത്രുവായിരുന്നു ആര്? പോളണ്ട് എന്ന് പറയുന്നത്. റഷ്യയുടെ പൂർവ്വ ശത്രുവായിരുന്നു പോളണ്ട് എന്ന് പറഞ്ഞ റഷ്യയെ സംബന്ധിച്ച് ഒരു ആക്രമണം നടത്തുന്ന ഒരു പ്രവേശന കവാടം. കാരണം റഷ്യയെ നോക്കുവാണെങ്കിൽ പോളണ്ട് വഴി അറ്റാക്ക് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആണ്. ഇപ്പൊ പോളണ്ടിൽ ഇടനാഴി ആയാൽ എല്ലാത്തിനും ആക്രമണത്തിന് സുഗമമായ വഴിയാണ്. എല്ലാം കണ്ടെത്തി നമ്മുടെ റഷ്യ പോളണ്ടിനെയാണ് ആക്രമണത്തിനുള്ള ഇടനാഴിയായിട്ട് കണക്കാക്കിയത്. പോളണ്ടിന്റെ ഭാവിയെക്കുറിച്ച് യാൾട്ട സമ്മേളനത്തിൽ സ്റ്റാലിൻ, അതുപോലെ തന്നെ ചർച്ചിൽ, റൂസ്വെൽറ്റ് ഇവരെല്ലാം ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ? പിന്നെ എങ്ങനെയാണ് ഏതാണ് പോളണ്ടിന്റെ അതിർത്തി സംബന്ധിച്ച് ഒരു തീരുമാനത്തിലെത്താൻ സാഹചര്യം. പക്ഷെ പൂർണ്ണമായിട്ടും പോളണ്ട് എവിടെയായി? നമ്മുടെ സോവിയറ്റ് യൂണിയന്റെ കാൽക്കീഴിൽ, അതായത് സോവിയറ്റ് യൂണിയനിൽ ആവുകയുണ്ടായി. ഇനി നമ്മൾ ഡിറ്റന്റ് ഓഫ് ദ കോൾഡ് വാർ നോക്കുകയാണെങ്കിൽ സോവിയറ്റ് യൂണിയനും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിലുള്ള പുതിയ ഘട്ടത്തിലേക്ക്, ഒരു പിരിമുറുക്കത്തിന്റെ, രാജ്യങ്ങൾ തമ്മിലുള്ള പിരിമുറുക്കം കുറയ്ക്കുന്ന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. ഇതിനെയാണ് ഡിറ്റന്റ് കോൾഡ് വാർ അല്ലെങ്കിൽ ഡിറ്റന്റ് വാർ എന്നൊക്കെ പറയുന്നത്. ഇതിന്റെ വക്താവ് എന്ന് പറയുന്നത് നിക്സൺ ആണ്. നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റായ നിക്സൺ ആണ് ഇതിന്റെ ഉപജ്ഞാതാവ്. ഇനി ന്യൂ കോൾഡ് വാർ അല്ലെങ്കിൽ നവീന ശീതസമരം എന്ന് പറയുന്നത് 1980 ശീതസമരം തിരിച്ചു വരുന്നതിന്റെ സാധ്യതകൾ വീണ്ടും കണ്ടു തുടങ്ങി. 1980 വീണ്ടും തിരിച്ചു വരുന്നു. ഈ ഒരു കാലഘട്ടത്തെയാണ് എന്ന് വിളിക്കുന്നത് ന്യൂ കോൾഡ് വാർ എന്ന് അറിയപ്പെട്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഈ സമയത്തൊക്കെ ആയപ്പോൾ USA-യും നമ്മുടെ സോവിയറ്റ് യൂണിയൻ തമ്മിലുള്ള ബന്ധം വളരെ വഷളാവുകയാണ്. രണ്ടുപേരും കീരിയും പാമ്പും എന്നുള്ള രീതിയിൽ വളരെയധികം വഷളാകുന്ന അവസ്ഥയിലോട്ട് മാറി. പിന്നെ പുതിയ ശീതസമരം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ശാസ്ത്രമായിരുന്നില്ല. പകരം എങ്ങനെയായിരുന്നു? ഞാൻ പറയില്ല, ആശയപരമായി വെറുപ്പും അതുപോലെ തന്നെ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടവും ആയിരുന്നു. ഇനി മാർഷൽ പ്ലാൻ എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തെ ഒതുക്കി നിർത്തുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക ആവിഷ്കരിച്ച സാമ്പത്തിക തന്ത്രത്തെയാണ് എന്ത് വിളിക്കുന്നത്? മാർഷൽ പദ്ധതി എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കമ്മ്യൂണിസത്തെ ഒതുക്കി നിർത്തുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക ആവിഷ്കരിച്ച സാമ്പത്തിക തന്ത്രമാണ് മാർഷൽ പദ്ധതി. ഇതിനു പുറമെ സോവിയറ്റ് യൂണിയനെതിരെ നാറ്റോ എന്നൊരു സൈനിക സഖ്യത്തെ നിയമിച്ചു. മനസ്സിലായി? ഇതിനെതിരെ നാറ്റോ എന്ന സൈനിക സഖ്യത്തെയും നിയമിച്ചു. അപ്പൊ നമ്മുടെ ചാപ്റ്ററിൽ ഇത്രയുമാണ്, കോൾഡ് വാറുമായിട്ട് ചാപ്റ്റർ 25 ഇത്രയുമാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നന്നായിട്ട് ഒന്ന് എന്ത് ചെയ്യുക? പഠിക്കുക, ഇരുന്ന് വായിക്കുക, ക്ലാസ്സുകൾ കേൾക്കുക. അതുപോലെ പല തരത്തിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, ഹൗസ് വൈഫ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളവരായിരിക്കാം നിങ്ങൾ. അത് സ്വാഭാവികമാണ്. അപ്പൊ നിങ്ങൾ അതിന്റെ ഇടയിൽ സമയം കണ്ടെത്തി ഇത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം 25ാമത്തെ പാഠം എത്തി. ഓൾമോസ്റ്റ് നിങ്ങളുടെ ചാപ്റ്ററിന്റെ ഇനി ഏകദേശം ഒരു കുറച്ച് പാഠങ്ങൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം എടുത്ത് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യാനുള്ളത് പഠിക്കാൻ മാത്രമേ ഉള്ളൂ. വേറൊന്നും നിങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ പറയുന്നില്ല. എല്ലാ ദിവസവും ക്ലാസ്സുകൾ കേൾക്കുക. കേട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റ്സ് എഴുതി വയ്ക്കുക, എഴുതി പഠിക്കുക, അല്ലെങ്കിൽ വായിച്ചു പഠിക്കുക.
അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുക. എങ്ങനെയെങ്കിലും ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടാനുസരണം പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമന്റ്സ് അറിയിക്കുക. നിങ്ങളുടെ കമന്റ്സിൽ തന്നെ നിങ്ങൾ ചോദിക്കുന്ന കാര്യത്തിനൊക്കെ റിപ്ലൈ തരുന്നുണ്ട്. അതുപോലെ ഇനിയും താല്പര്യമായിട്ടുണ്ട്, കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ കോളേജ് വരുന്നത് കളിക്കുളപ്പുന്ന റോഡിലെ നെയ്യാറ്റിൻകരയിൽ വാമ്പുത്ര ബിൽഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ പറഞ്ഞു തരും. ഓഫ്ലൈൻ ആണെങ്കിൽ ഓഫ്ലൈൻ, ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈൻ ഒക്കെ എല്ലാത്തിലും. അതുപോലെ ഓൺലൈനായിട്ട് ചൂസ് ചെയ്യുന്നവർക്കാണ് NIOS ഓൺലൈനായിട്ട് ചൂസ് ചെയ്യുന്നവർക്ക് എല്ലാ ദിവസവും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യും. ഇനി ഓഫ്ലൈനായിട്ട് ചൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ശനിയാഴ്ച കോളേജിൽ വന്ന് പഠിക്കാം. 10 മണി തൊട്ട് 1 മണി വരെയാണ് ക്ലാസ് എന്ന് പറയുന്നത്. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഡിസ്കസ് ചെയ്യും. കൂടാതെ നിങ്ങൾക്ക് വേണമെന്നുള്ള ഇമ്പോർട്ടൻ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഫാക്കൽറ്റീസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് വേണം, എനിക്കൊരു +2 വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മടിക്കാതെ ഇങ്ങോട്ടേക്ക് കടന്നു വരിക. അപ്പോൾ അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. വീണ്ടും ഒരു പുതിയ ക്ലാസ് വരെ കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.